ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ, എൻ്റെ സാപ്പിഡിയ എന്ന യൂട്യൂബ് ചാനൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. ഒരു ബോധവൽക്കരണം ഉള്ളൊരു മോഡലൊരു ഷോർട്ട് ഫിലിമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. നല്ലൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഭ്രമയൂർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ ആ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ സിനിമ ഒരു കോമഡി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബ്ലൂം ബോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഹോട്ടൽ ലംബാമ്പ എന്ന് പറഞ്ഞൊരു കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ ഷാറുഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഡങ്കി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 സിനിമകളാണ് ഇന്ന് ഓൾറെഡി OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ബാഡ് മാനേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഭാമകലാപം 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി 12 ശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. മറ്റു ഭാഷകൾ, അതായത് തമിഴ്, മലയാളം ഭാഷകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ക്ഷേത്രപതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു കന്നഡ മൂവി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് രാത്രി 12 ശേഷം. അടുത്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു റഷ്യൻ മൂവിയാണ്. നോട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റഷ്യൻ ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. റൂട്ട് നമ്പർ 70 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ കേരള സ്റ്റോറി എന്ന സിനിമ. വൻ വിവാദമൊക്കെയായി മാറിയ സിനിമയായിരുന്നു. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഒഫീഷ്യലായിട്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. വേറെ സിനിമകൾ വരാം. ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും ഒരു സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, സാറിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും മലയാള സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആമസോൺ പ്രൈമിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകൾ ഇന്ന് റിലീസ് ചെയ്യാൻ, ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കുന്നു. എല്ലാവരും കണ്ട് ഷെയർ ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഭ്രമയൂർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.